നമസ്കാരം. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഒരു ആയുധത്തിൻ്റെ കരുത്ത് അതിൻ്റെ വേഗതയിലോ പ്രഹരശേഷിയിലോ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള കഴിവിൽ കൂടിയാണ്. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് DRDO നാനോ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സ്റ്റെൽത്ത് കോട്ടിങ്ങുകൾ വികസിപ്പിക്കുന്നത്. അണുതലത്തിലുള്ള മാറ്റങ്ങളിലൂടെ വിമാനങ്ങളെയും മറ്റ് യുദ്ധോപകരണങ്ങളെയും റഡാറുകളുടെ കണ്ണിൽ നിന്ന് പൂർണ്ണമായും മറയ്ക്കുവാൻ സഹായിക്കുന്ന ഈ വിദ്യ പ്രതിരോധ രംഗത്തെ ഒരു വൻ കുതിച്ചുചാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. പരമ്പരാഗതമായ റഡാർ ആഗിരണ പദാർത്ഥങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഭാരക്കുറവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ കഴിവും ഒത്തുചേരുന്നതാണ് ഈ നാനോ മെറ്റാ മെറ്റീരിയലുകൾ. സാധാരണയായി സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിയുള്ളതും ഭാരമേറിയതുമായ പെയിൻറ്റുകൾ വിമാനത്തിൻ്റെ വേഗതയെയും വായുഗതികമായ ചലനങ്ങളെയും ബാധിക്കാറുണ്ട്. എന്നാൽ DRDO വികസിപ്പിക്കുന്ന നാനോ കോട്ടിങ്ങുകൾ അതിസൂക്ഷ്മമായ പാളികളായതിനാൽ വിമാനത്തിൻ്റെ ഭാരത്തിൽ കാര്യമായ മാറ്റം വരുത്തുന്നില്ല. ഇവ റഡാർ തരംഗങ്ങളെ വെറുതെ ആഗിരണം ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് തരംഗങ്ങളുടെ ദിശ മാറ്റുകയും ചിതറിക്കുകയും ഘട്ടമാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ ഏത് ആവൃത്തിയിലുള്ള റഡാർ സിഗ്നലുകളെയും നിഷ്പ്രഭമാക്കുവാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. ഇത് 5ാം തലമുറയിലെയും 6ാം തലമുറയിലെയും യുദ്ധവിമാനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ഈ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു സവിശേഷത അതിൻ്റെ സ്വയം നവീകരണ ശേഷിയാണ്. അതിവേഗത്തിലുള്ള പറക്കലിനിടയിൽ വിമാനത്തിൻ്റെ പുറംഭാഗത്തുണ്ടാകുന്ന പോറലുകളോ താപവ്യതിയാനം മൂലമുണ്ടാകുന്ന വിള്ളലുകളോ ഈ കോട്ടിങ്ങിൻ്റെ സ്റ്റെൽത്ത് ശേഷിയെ ബാധിക്കില്ല. സൂക്ഷ്മമായ തകരാറുകൾ തനിയെ പരിഹരിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ടാകും. കൂടാതെ ശത്രുക്കളുടെ ഇൻഫ്രാറെഡ് സെൻസറുകളെ വെട്ടിച്ച് എഞ്ചിനുകളിൽ നിന്നുള്ള ചൂട് പുറത്തുവിടാതെ നിയന്ത്രിക്കുവാനും ഈ നാനോ പാളികൾക്ക് കഴിയും. ഇത് വിമാനങ്ങളെ ശബ്ദത്തിലൂടെയും താപത്തിലൂടെയും കണ്ടുപിടിക്കുന്നത് അസാധ്യമാക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾക്ക് അനുസരിച്ച് സ്വയം മാറാൻ കഴിയുന്ന ട്യൂണബിൾ സ്റ്റെൽത്ത് എന്ന വിദ്യയാണ് DRDO പരീക്ഷിക്കുന്നത്. വൈദ്യുതി പ്രവാഹത്തിലൂടെ കോട്ടിങ്ങിൻ്റെ സ്വഭാവം മാറ്റുവാനും അങ്ങനെ പ്രത്യേകതരം റഡാറുകളിൽ നിന്നും കൂടുതൽ സുരക്ഷ നേടാനും പൈലറ്റിന് സാധിക്കും. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ക്വാണ്ടം റഡാർ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഈ നാനോ സ്റ്റെൽത്ത് കോട്ടിങ്ങുകൾ പ്രതിരോധ രംഗത്ത് വൻ മുതൽക്കൂട്ടാകും. ശത്രുക്കളുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ആകാശ സീമകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ സാങ്കേതിക വിദ്യ വഴി തുറക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.